ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്നത് അസിഡിക് മെത്തേഡിലൂടെയെന്ന് സംശയം. അമാൽഗമേഷൻ പ്രക്രിയയിലൂടെ പതിപ്പിച്ച സ്വർണം നീക്കം ചെയ്യാനാണ് അസിഡിക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. 4.5 കോടിയോളം രൂപ വിലമതിക്കുന്ന 4.5 കിലോ സ്വർണമാണ് നഷ്ടമായത്. അതും 24 കാരറ്റ് സ്വർണം. 2019 പുനഃസ്ഥാപിച്ചത് വ്യാജ പാളികളെന്ന് മുൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ സ്ഥാപിച്ചത് യഥാർത്ഥ സ്വർണം അപഹരിക്കാനെന്നും CR രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. ജനം ബ്രേക്കിംഗ്. 1999 ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചത് 4.5 കിലോ വരുന്ന 24 കാരറ്റ് സ്വർണമെന്ന് അമാൽഗമേഷൻ വിദഗ്ധൻ സെന്തിൽനാഥൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമാൽഗമേറ്റ് ചെയ്ത സ്വർണം എങ്ങനെ നീക്കിയെന്ന സംശയം ബലപ്പെടുന്നത്. അമാൽഗമേഷൻ പ്രക്രിയയിലൂടെ പതിപ്പിച്ച സ്വർണം നീക്കം ചെയ്യാൻ അസിഡിക് മെത്തേഡ് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുകയെന്ന് ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഷീറ്റ് പതിപ്പിച്ച ഈ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചതിന് നമുക്ക് അസിഡിക് മെത്തേഡിലൂടെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിച്ച് ആസിഡിലേക്ക് ലയിപ്പിച്ച് അത് മാറ്റിയെടുക്കാം. അമാൽഗമേഷൻ രീതിയിൽ സ്വർണം പൊതിയാൻ വലിയ അളവിൽ സ്വർണം ആവശ്യമാണ്. എന്നാൽ പൂശുന്നതിനാകട്ടെ വളരെ കുറച്ച് സ്വർണം മതിയാകും. 99 അമാൽഗമേഷനിലൂടെ സ്ഥാപിച്ച കിലോ കണക്കിന് വരുന്ന സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയാകാം ക്രമക്കേട് നടന്നത്. ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികളല്ല 2019 പുനഃസ്ഥാപിച്ചതെന്ന രേഖകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ടെന്നും CR രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ ഒരു കൊടിമരത്തിന് സ്വർണം ഈ മെർക്കൂറിക് മെത്തേഡിൽ പൂശണമെങ്കിൽ നമുക്ക് അതിന് 6 കിലോ മുതൽ 9 കിലോ വരെ സ്വർണ്ണമാവും. മറിച്ച് ഇതിന്റെ ആ ചെമ്പ് പറകൾ ഊരി ഇതിലെ ഈ ഇലക്ട്രോണിക് മെത്തേഡിൽ ഒരു കിലോ സ്വർണം കൊണ്ടോ ഒരു 600-700 ഗ്രാം സ്വർണം കൊണ്ടോ മൊത്തവും ഇത് പൂശാൻ കഴിയും. അപ്പം എപ്പോഴും ഈ പൂശാൻ ഉപയോഗിക്കുന്ന സ്വർണം പൂശുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ക്വാണ്ടിറ്റിയുടെ ഒരു 5 ഇരട്ടിയോ 6 ഇരട്ടിയോ സ്വർണം ഈ അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടി വരും. അതായിരിക്കണം ഈ സാധനത്തിൽ ഇത്ര കൂടുതൽ സ്വർണത്തിന്റെ അംശം ഉള്ളത് കൊണ്ടായിരിക്കണം അത് മാറ്റുകയും കുറഞ്ഞ തോതിൽ സ്വർണം വെച്ച് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി സ്ഥാപിച്ചതിന്റെ പ്രധാന കാരണമെന്നാണ് മനസ്സിലാവുന്നത്. ഈ സാധനം ഇളക്കിക്കൊണ്ടുപോയ ഒറിജിനൽ സാധനം മാറ്റിവെക്കുകയും അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പിന് വേറെ ഉണ്ടാക്കുകയും അതിൽ 390-400 ഗ്രാം 300 ഗ്രാം ഉപയോഗിച്ച് ആ ഇലക്ട്രോണിക് പ്രോസസ്സിലൂടെ ഈ പൂശി ആണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് ഇതിന്റെ മൊത്തം രേഖകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത. 2019 ദ്വാരപാലക ശില്പത്തിലെ പാളികൾ ഇളക്കുമ്പോൾ സ്വർണ്ണപ്പാളികളെന്നും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ചെമ്പ് പാളികളെന്നും ഒരേ മഹസറിൽ രേഖപ്പെടുത്തിയ വൈരുദ്ധ്യം ഹൈക്കോടതി എടുത്തു പറഞ്ഞിരുന്നു. ചെന്നൈയിൽ എത്തിച്ചത് പുതിയ ചെമ്പുപാളിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസും വാദിക്കുന്നു. അപ്പോൾ ബാക്കിയാകുന്നത് ശബരിമലയിൽ 99 പതിപ്പിച്ച 4.5 കിലോയോളം സ്വർണവും ചെമ്പും എവിടെയെന്ന ചോദ്യം മാത്രം. 4.5 കിലോ സ്വർണത്തിന് നിലവിലെ വിപണി വില അനുസരിച്ച് 4.5 കോടി രൂപയോളം വില വരും. 2019 പുനഃസ്ഥാപിച്ച 397 ഗ്രാം സ്വർണത്തിനാകട്ടെ ആകെ വില വരിക 40 ലക്ഷത്തിൽ താഴെ മാത്രം. ഫലത്തിൽ അസിഡിക് മെത്തേഡിലൂടെ പഴയ സ്വർണ്ണപ്പാളിയുരുക്കി 4 കോടിയോളം വില വരുന്ന സ്വർണം കവർച്ച ചെയ്തിരിക്കാനാണ് സാധ്യത തെളിയുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.